എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചോറും തേങ്ങയൊക്കെ ചേർത്ത ഒരു കല്ലപ്പമാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പച്ചരി കുറച്ച് ഒരു 6-7 മണിക്കൂർ നേരം വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അതൊന്ന് കഴുകി നന്നായിട്ട് വാരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് 2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അരി കഴുകിയതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്തിട്ട് ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് നമ്മൾ ഈ മാവ് പുളിച്ച് പൊന്താനായിട്ട് വയ്ക്കും. അപ്പോൾ ഇതിലേക്ക് സോഡാപ്പൊടി, ഈസ്റ്റ് അങ്ങനെ ഒന്നും ചേർക്കണില്ല കേട്ടോ, അല്ലാതെ തന്നെയാണ് കേട്ടോ ഈ അപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഓവർനൈറ്റ് ഇതെടുത്ത് വയ്ക്കാം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മളിതാ മാവ് അല്പം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഒരുപാട് പൊളിച്ചിങ്ങനെ പൊന്തിയൊന്നും വരില്ല കേട്ടോ. നമ്മളിതിൽ ഈസ്റ്റും സോഡാപ്പൊടി അങ്ങനെയൊന്നും ചേർക്കണില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു തവ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഈ കല്ല് ഒന്ന് ചൂടാവണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അല്പം എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് കോരി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ അപ്പം എടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ അപ്പത്തിന്. അപ്പോൾ നമ്മൾ ഒരു ഇലയിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. അടുത്ത മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചെടുക്കാം. ഒരുപാട് പരുത്തൊന്നും വേണ്ട, ഒരല്പം ഒന്ന് പരുത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതും മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറാണ്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും